CMRL എക്സാലോജി കേസിൽ ഇഡിക്ക് പച്ചക്കൊടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ആരോപണ വിധേയയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിലവിൽ അന്വേഷണം തൃപ്തികരമെന്നാണ് ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റെ വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന സാങ്കേതിക വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യമില്ലെങ്കിലും ഇഡിക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും ഈ നിയമം തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളാകാം. ഇഡിയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ഇഡി അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുത്തു. കോടതി നടപടികൾ അനുകൂലമായതോടെ ഇഡി നടപടികൾ വേഗത്തിലാക്കും. വീണ ടി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ കേസിന്റെ ഭാഗമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപ മരവിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ ഒരു അക്കൗണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.